ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി പൈനാപ്പിൾ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചു തരാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട്. നമ്മളതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും. അതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു 4-5 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തൊലി ചെത്തി കളയാൻ തോന്നിട്ടോ. എനിക്ക് അങ്ങനെയാണ് എളുപ്പം. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് കളയും. ഇപ്പം നമുക്ക് വേണ്ടത് പൈനാപ്പിൾ മാത്രമാണ്, നടുക്കത്തെ ഭാഗം വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ മാത്രം മതി. ഞാൻ ആദ്യം ഈ തൊലിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം മോശമായിട്ടുണ്ട്. ഒന്നാമത് ചെറിയ സൈസാണ് മേടിച്ചത്, അതിൽ ഒരു 1/4 ഭാഗം മോശമായി കളയേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് പ്ലസ് ഉണ്ട്, 2-2.5 കപ്പ് ഉണ്ടാവും പൈനാപ്പിൾ. അപ്പോൾ ഇതാ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനി പീസായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് കടിക്കുന്ന രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയെ. ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്, ഭയങ്കര ചെറുതായിട്ടൊന്നുമല്ല. കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 1/2 കപ്പ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പൈനാപ്പിൾ നമുക്ക് കറിക്ക് വേണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഞാനൊരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണ്. വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു, നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മസാല റെഡിയാക്കാം. ഒന്നിലൊരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വേണമെങ്കിൽ പൊടിച്ചെടുത്താൽ മതി, ക്രഷായി കിട്ടിയാൽ മതി. നന്നായിട്ട് അങ്ങനെ ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാറിലിട്ടിട്ട് മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി രസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചധികം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 വലിയ സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ജീരകം കുരുമുളകില്ല അതും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ രസം പൗഡർ. ഏത് ബ്രാൻഡിന്റെ രസം പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ രസം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മൾ പരിപ്പ് വേവിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചാൽ മതിയെ, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. സാമ്പാർ പരിപ്പാണ് കേട്ടോ. അത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ മതിയാവും. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി, തവി കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പൈനാപ്പിളാണ്. പൈനാപ്പിൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതാണ് നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പൈനാപ്പിൾ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. അപ്പോഴേക്കും രസം ആയോ നോക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ രസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പരിപ്പങ്ങ് വേവിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഇതാ അങ്ങനെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ചെറുതായിട്ട് കുറുകി എല്ലാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, അതായത് നമ്മുടെ രസത്തിന് എത്രത്തോളം വെള്ളം വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് പുളിയുടെ ഒരു കുറവുണ്ട്. പൈനാപ്പിൾ മധുരം അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ല കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മധുരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മധുരവും പുളിയൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തീരെ പുളി ഉണ്ടാവില്ല. നിങ്ങളുടെ പൈനാപ്പിളിൽ നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുളിവെള്ളം ചേർക്കരുത്. അത് ഓപ്ഷനിലാണ്, നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തീരെ മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ പൈനാപ്പിൾ നല്ല പഴുത്താണെങ്കിലും ഒട്ടും മധുരവും ഇല്ല പുളിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേർക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളുടെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതും പുളിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാഗരി ഒഴിവാക്കാം, അതേപോലെ തന്നെ പുളിവെള്ളം ഒഴിവാക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് വറ്റൽമുളക് കരിവേപ്പിലയും ചേർത്തു, കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ രസം റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് പച്ചരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ബ്രിഞ്ചോൾ പക്കോടയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത്രയും വലിയ വഴുതനങ്ങ ഇട്ടില്ല, അതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നോർമൽ എടുക്കാം, പക്ഷേ മൂത്ത് പോകാൻ പാടില്ല, ഒട്ടും കുരു ഉണ്ടാവാൻ പാടില്ല. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്, ടെൻഡറാണ് സംഭവം. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഉണ്ടാക്കിയാലും. മറ്റേതാണെങ്കിൽ നല്ല മൂത്ത കുരുവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനത് കഴുകിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര തിന്നായിട്ടും അല്ല, എന്നാൽ ഭയങ്കര കനം കൂടിയിട്ടും ഇല്ല. അങ്ങനെ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസത്തേക്കായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര
എടുത്തത്. ഞാനിനി ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളില്ലേ, അതൊന്ന് മീൻ വരയുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ വരയ്ക്കുന്ന പോലെ അത്രയും ഇതായിട്ടല്ല, ഡീപ്പായിട്ടല്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു വര വരണം, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടുക്ക് കടിക്കുന്ന സമയത്ത് ഭയങ്കര പ്ലെയിൻ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് വരഞ്ഞതിന് ശേഷം അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ 2 സൈഡും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ എന്തായാലും ബാറ്ററിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മസാല നന്നായിട്ട് കോട്ടായി കിട്ടിയാൽ മതി എല്ലായിടത്തേക്കും. അങ്ങനെ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1/2 കപ്പ് തന്നെ എക്സാക്ട് വേണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ നേർ പകുതി ഒന്നുകിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കളറിന് വേണ്ടിയിട്ട് കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടി ചേർക്കണം കേട്ടോ, എന്നാലും നല്ല സ്മെല്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ കായപ്പൊടിയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയായി പോകാനും പാടില്ല. കാരണം എന്ന് വെച്ചാൽ ബ്രിഞ്ചോൾ അത്രയും ടെൻഡർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും മസാല ഒരുപാടൊന്നും പിടിച്ച് നിൽക്കത്തില്ല. സോ നോക്കിയിട്ട് വേണം ഈ ഒന്ന് മാവ് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചൊന്ന് ലൂസായിട്ട് ഇരുന്നാൽ മതി, ഭയങ്കര ലൂസായി പോകണ്ട. അപ്പോൾ അങ്ങനെ പക്കോട ബാറ്റർ റെഡി ആയി കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് എണ്ണ മാത്രം എടുത്താൽ മതി. എന്നിട്ട് 2 സൈഡും ആ മാവ് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻ പൊരിക്കില്ലേ, അതുപോലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നുമില്ല. അധികം എണ്ണ വേണ്ട ഇതിന്. ഒരുപാട് ഡീപ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം ബ്രിഞ്ചോൾ പെട്ടെന്ന് അത് വെന്ത് ഇതായി പോവും. അപ്പോൾ അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഒരു ട്രിപ്പ് ചെയ്തെടുത്തു, അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്നും സംഭവിക്കത്തില്ലേ. പിറ്റേ ദിവസം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രിഞ്ചോൾ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനി അടുത്തത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മാത്രം കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ പതിപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമ്മളിത് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. ഞാൻ അങ്ങനെ ജസ്റ്റ് അല്ലാതെ തന്നെ എടുത്തേക്കാണ് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ മുളകും മല്ലിയില ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് വെറും പ്ലെയിൻ മുട്ട മാത്രം ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പക്ഷേ കുറച്ചൊന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ മുട്ട ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ബ്രെഡ് എടുത്തിട്ട് 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓംലെറ്റ് ടോട്ടലി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അകത്ത് തന്നെ വെച്ചെടുക്കുകയാണ്. കാരണം എനിക്കിത് ഫോൾഡ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ അകത്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അലങ്കാര പണികളൊക്കെ തുടങ്ങാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തും വെച്ച് കൊടുക്കാം. ഞാനിവിടെ തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുക്കുംബർ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഉള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ പിന്നെ ഉള്ളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളി വെച്ചിട്ടില്ല. പിന്നെ കുക്കുംബർ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതും വെച്ചിട്ടില്ല. ഞാൻ ഉള്ളത് കൊണ്ട് ഒരു തട്ടിക്കൂട്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിസ്സ സീസണിങ് ചേർത്ത് കൊടുത്തു, ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് നടുക്കൊരു ചീസും വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ പരിപാടി. ഈസി സാൻഡ്വിച്ച് ആണ്. 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമ്മൾ സാൻഡ്വിച്ച് എടുത്ത് മാറ്റി. വയർ ഫില്ലാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ്, അത്രയ്ക്കും ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.